ഒരു പുരുഷൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിനൊരളവ് പോലെ പ്രത്യേകിച്ചുണ്ടോ? അഥവാ നമുക്ക് ലാബറട്ടറി ടെസ്റ്റുകൾ അങ്ങനെ വല്ലതും ചെയ്യുന്നതിനെക്കുറിച്ചല്ല ഞാനിവിടെ പറയുവാൻ പോകുന്നത്. ഒരു പുരുഷൻ്റെ ആരോഗ്യം, അതായത് സാധാരണ രീതിയിലുള്ള ശാരീരിക ആരോഗ്യം, നമുക്കൊരു കാഴ്ചയ്ക്ക് അദ്ദേഹത്തിന് ഹൈറ്റുണ്ട്, വെയിറ്റുണ്ട്, നമുക്ക് മുഖത്ത് നോക്കി പറയാൻ പറ്റും, നല്ല ആരോഗ്യവാനാണ്, അങ്ങനെ എന്തെങ്കിലും പറയാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ടോ? കാഴ്ചയ്ക്കുള്ളതും അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതായിട്ട് നല്ല ഹാർട്ടിനൊക്കെ പ്രശ്നമുള്ള വ്യക്തിക്ക് അല്ലെങ്കിൽ മറ്റ് അവയവങ്ങൾക്ക് പ്രശ്നമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവുള്ള ഒരു വ്യക്തിയാണോ അല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പുറമേയുള്ള കാഴ്ചയല്ല അതിനകത്തെ പ്രശ്നം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ, ഒരു പുരുഷൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ട് എന്ന് അറിയുന്നതിന് ഒരു അളവ് പോലും ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ലിംഗം തന്നെയാണ്. ഒരു പുരുഷൻ്റെ ലിംഗം ഒരു ബാരോമീറ്ററാണ് അവൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ച. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, അതിൻ്റെ കാരണം എന്താണ്, അതെല്ലാമാണ് ഞാനിന്ന് വിശദീകരിക്കാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്, കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ്. പുരുഷൻ്റെ ലിംഗം സാധാരണ രീതിയിൽ രാവിലെ ഉദ്ധരിച്ച് നിൽക്കാറുണ്ട്. ഈ രാവിലെ ഉദ്ധരിച്ച് നിൽക്കുന്ന നല്ല രീതിയിലുള്ള ഉദ്ധാരണമുള്ളൊരു വ്യക്തിക്ക് ആരോഗ്യം ഉണ്ടെന്ന് തന്നെയാണ്, മറ്റ് ശാരീരിക ആരോഗ്യം ഉണ്ടെന്ന് തന്നെയാണ് കണക്കിലാക്കേണ്ടത്. ഇങ്ങനെ ഉദ്ധരിച്ച് നിൽക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പുരുഷാരോഗ്യം എന്നല്ല, ശാരീരികമായിട്ടുള്ള ആരോഗ്യം ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അത് മാത്രമല്ല, ഇങ്ങനെ ഉദ്ധരിച്ച് നിൽക്കാത്ത ഒരു വ്യക്തിയും ഉദ്ധരിച്ച് നിൽക്കുന്ന വ്യക്തിയും സമപ്രായക്കാരാണെങ്കിൽ ഇതിൽ ആദ്യം മരണം സംഭവിക്കുക ഉദ്ധരിച്ച് നിൽക്കാത്ത വ്യക്തിക്കാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ എവിടെയാണ് പ്രശ്നം? പുരുഷൻ്റെ ലിംഗം എന്ന് പറയുന്നത് ഉദ്ധരിച്ച് നിൽക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം എല്ലാ ഭാഗത്തു നിന്നും ശരിയാകുകയാണെങ്കിൽ മാത്രമേ ലിംഗം ഉദ്ധരിച്ച് നിൽക്കുകയുള്ളൂ. ഒന്നാമത്, ഇത്തരം ലിംഗോദ്ധാരണത്തിന് ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാകാതെ തന്നെ നടക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് ഇത് പുരുഷൻ്റെ ആരോഗ്യത്തിൻ്റെ അളവ് പോലാണ് അല്ലെങ്കിൽ ബാരോമീറ്ററാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാരോമീറ്റർ നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാം, അതിൻ്റെ ഉയർച്ച അനുസരിച്ച് എത്രത്തോളം ഉണ്ട് പ്രഷർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഇവിടെ മനുഷ്യൻ്റെ ലിംഗോദ്ധാരണം എത്രത്തോളം ശക്തിയായിട്ടുണ്ടോ അത്രത്തോളം അദ്ദേഹത്തിന് ആരോഗ്യമുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഏതെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഈ ലിംഗോദ്ധാരണം അങ്ങനെ സംഭവിക്കുന്നത്? അഥവാ ഒരു സിസ്റ്റം ചെക്കപ്പാണ്. ആ സിസ്റ്റം ചെക്കപ്പിൽ ഒന്ന് ഹോർമോൺ ലെവലുകൾ എങ്ങനെയുണ്ട്, പ്രത്യേകിച്ച് ഹോർമോൺ ലെവൽ എന്ന് പറയുമ്പോൾ അതായത് ടെസ്റ്റോസ്റ്ററോൺ, പ്രൊലാക്റ്റിൻ, തൈറോയിഡ്, FSH, LH അങ്ങനെയുള്ള ഹോർമോണുകൾ, വൈറ്റമിൻ D, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ആവശ്യത്തിനുണ്ടെങ്കിൽ ലിംഗോദ്ധാരണം, അതായത് രാത്രിയിലുള്ള ഈ ഉദ്ധാരണം നടക്കും. ഇതുകൂടാതെ ഇനി നമുക്ക് ഞരമ്പുകളിലേക്ക് വരാം. അതായത് തലച്ചോറിൽ നിന്ന് സിഗ്നലുകൾ സൂക്ഷ്മനാഡി വഴിക്ക് ലിംഗത്തിലേക്ക് എത്തുന്നുണ്ട്. അതെത്തുന്നതിന് ഇവിടെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അത് വേറൊരു കാര്യം, അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അങ്ങനെ സിസ്റ്റം വർക്ക് ചെയ്യുന്നതിന് ഈ ഞരമ്പുകളുടെ പ്രവർത്തനം സുഗമമായി നീങ്ങേണ്ടതുണ്ട്. ഞരമ്പുകളുടെ പ്രവർത്തനം സുഗമമായി നീങ്ങുന്നുണ്ടെങ്കിൽ മാത്രമേ ലിംഗോദ്ധാരണം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ലിംഗോദ്ധാരണം ഉണ്ട്, പുലർകാലമുള്ള അല്ലെങ്കിൽ രാത്രിയിലുള്ള ലിംഗോദ്ധാരണം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഞരമ്പുകൾക്ക് നോർമലായിട്ടുള്ള ശരിയായ രീതിയിലുള്ള പ്രവർത്തനമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അതുകൂടാതെ ലിംഗത്തിലേക്കുള്ള രക്തോട്ടം ശരിയായി നിന്നാൽ മാത്രമേ ഉദ്ധാരണം ഉണ്ടാകുകയുള്ളൂ. വേണ്ടത്ര ഓക്സിജൻ ലിംഗത്തിലേക്ക് ലഭിക്കേണ്ടതുണ്ട്, രക്തക്കുഴൽ വികസിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുകയാണെങ്കിൽ മാത്രമേ ലിംഗോദ്ധാരണം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ലിംഗോദ്ധാരണം രാത്രിയിൽ ഉണ്ടാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രക്തപ്രവാഹം വളരെ വ്യക്തമായി നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ലിംഗത്തിലേക്കുള്ള രക്തക്കുഴൽ വളരെ ചെറുതും ഹൃദയത്തിലേക്കും തലച്ചോറിലേക്കും ഉള്ളത് അല്പം വലിപ്പം കൂടുതലുമാണ്. താരതമ്യേന ലിംഗത്തിലേക്കുള്ള ഫ്ലോ കുറയുകയാണെങ്കിൽ, അതായത് ഉദ്ധാരണം നടക്കുന്നില്ലെങ്കിൽ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള, സ്ട്രോക്ക് വരാനുള്ള സാധ്യത ഭാവിയിൽ ഉണ്ട് എന്നുള്ളതാണ് അത് തെളിയിക്കുന്നത്. അപ്പോൾ ഉദാഹരണം എപ്പോൾ നഷ്ടപ്പെടുന്നോ ഒരു ഹാർട്ട് അറ്റാക്ക് വരാനുള്ള അല്ലെങ്കിൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് നാം അനുമാനിക്കണം. അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ നാം എടുക്കേണ്ടതുണ്ട്. ഇനി മെറ്റബോളിക് സിൻഡ്രോം, അതായത് മെറ്റബോളിക് സിൻഡ്രോം ബാധിക്കുകയാണെങ്കിൽ ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കും. അതേസമയത്ത് വേണ്ടത്ര എനർജിയാക്കി മാറ്റുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അത് പോവുകയും ചെയ്യും. അപ്പോൾ ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് എനർജി ആക്കാനുള്ള കഴിവ് ഇല്ലാതായി പോകുന്ന ഒരവസ്ഥയിൽ തടി വളരെ കൂടുതലായിട്ട് വരുന്നു.
അതുപോലെ ക്ഷീണം കൂടുതലായിട്ടുണ്ടാകുന്നു. ഇത്തരം അവസ്ഥയുടെയും ഒരു ചെക്കപ്പാണ് ഈ ലിംഗോദ്ധാരണം. ഇനി ഇൻഫ്ലമേഷൻ മുതലായ അണുബാധ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ലൈംഗികോദ്ധാരണം വേണ്ടത്ര സ്ട്രെങ്ത്തിൽ ഉണ്ടാകുകയില്ല. അങ്ങനെ സ്ട്രെങ്ത് ഉണ്ടാകുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണവും നമുക്ക് പരിശോധിച്ച് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ലിംഗമെന്ന അവയവം പുരുഷൻ്റെ ആരോഗ്യത്തിൻ്റെ അളവുകോലാണ്. ആ അളവുകോല് നാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ശരിക്കും ഉദ്ധാരണം ഉണ്ടാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതെങ്കിലും രീതിയിലുള്ള ഒരു അസുഖം ബാധിക്കുമ്പോഴാണ്. അത് ഹൃദ്രോഗമാകാം, ഞരമ്പുകളുടെ പ്രശ്നമാകാം, പാർക്കിൻസൺസ് ഡിസീസ് ആവാം, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ആകാം, ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു രീതിയിലുള്ള രക്തക്കൊള്ളുകൾക്കുള്ള ബ്ലോക്ക് ആകാം, ന്യൂറോപ്പതി ആകാം. ഇത്തരം അസുഖങ്ങൾ ഏതെങ്കിലും ബാധിക്കുമ്പോഴാണ് ലിംഗോദ്ധാരണം രാത്രിയിൽ നടക്കാതിരിക്കുന്നത്. അങ്ങനെ ലിംഗോദ്ധാരണം നടക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് ചെക്കപ്പ് നടത്തണം. ചെക്കപ്പ് നടത്തി കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം. ഒരു സെക്സോളജിസ്റ്റിൻ്റെയും ഫിസിഷ്യൻ്റെയും സഹായത്തോടെ ഇത്തരം ചെക്കപ്പുകൾ നടത്തുകയാണെങ്കിൽ ആരോഗ്യകാര്യങ്ങളിൽ അല്ലെങ്കിൽ ആയുസ് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 2004 ബ്രയൽ ജോൺസൺ എന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതലായി പഠനം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ഉപകരണമാണ് ലിംഗമെന്നത്, പുരുഷൻ്റെ ലിംഗം. ഇത് വളരെ സത്യവുമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ ഘടകങ്ങളും അതിനകത്ത് ബാധകമാകുന്നുണ്ട്. പുരുഷൻ്റെ ആരോഗ്യം തടിയും വണ്ണവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റ് കാര്യങ്ങളൊന്നും നോക്കിയല്ല തീരുമാനിക്കേണ്ടത്. ലാബറട്ടറി പരിശോധനകൾ നടത്തി നമുക്ക് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും. പക്ഷേ ഒറ്റയടിക്ക് ഈ ഒരൊറ്റ ചോദ്യം കൊണ്ട് നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വ്യക്തമായ ഉദ്ധാരണം ഉണ്ടാകുന്നുണ്ടോ, ലിംഗം എത്രത്തോളം ദൃഢതയിലാണ് ഉണ്ടാകുന്നത്, അത് എല്ലാ ദിവസവും തന്നെ ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതുണ്ടാകാതിരുന്നിട്ട് എത്ര കാലമായി, ഇത്തരം ചോദ്യങ്ങൾ അവരോട് ചോദിക്കുകയാണെങ്കിൽ രാത്രികാലങ്ങളിലുണ്ടാകുന്ന ലിംഗോദ്ധാരണത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ലഭിക്കും. അങ്ങനെ വ്യക്തമായ ധാരണ ലഭിക്കുകയാണെങ്കിൽ, അതായത് ലിംഗോദ്ധാരണം ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ എല്ലാ പരിശോധനകളിലേക്കും പോകണം. അതായത് ടെസ്റ്റോസ്റ്ററോൺ ടെസ്റ്റ് ചെയ്യണം, ഹോർമോണുകളെല്ലാം ടെസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഷുഗർ ഉണ്ടോ എന്ന് നോക്കണം, കൊളസ്ട്രോൾ ലിപ്പിഡ് പ്രൊഫൈൽ നോക്കണം, LFT ചെയ്യണം, ഇതുപോലെ വൈറ്റമിൻ D നോക്കണം, യൂറിക് ആസിഡ് നോക്കണം. ഇങ്ങനെയുള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇതുകൂടാതെ ഒരു ECG എടുക്കണം. പറ്റുമെങ്കിൽ ത്രെഡ്മിൽ ടെസ്റ്റും എക്കോ കാർഡിയോഗ്രാമും കൂടി ചെയ്യുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. പിന്നെ ന്യൂറോപ്പതിക്ക് ബയോതെസ്മിയോമെട്രി ടെസ്റ്റുകൾ ചെയ്യണം. അങ്ങനെ ലിംഗോദ്ധാരണം ഇല്ലാതാകുകയാണെങ്കിൽ, അതായത് രാത്രികാലങ്ങളിലുള്ള ലിംഗോദ്ധാരണം ഇല്ലാതാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു അസുഖം ബാധിച്ചിരിക്കുന്നു. ആ അസുഖം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. പിന്നെ സ്വാഭാവികമായിട്ടുള്ള ലൈംഗിക ശേഷി സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഇത് വരികയാണെങ്കിൽ അതിലൊരു സംശയവുമില്ല അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു അസുഖമുണ്ടെന്ന്. ആ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പരിശോധന നടത്തുന്നത് പോലെ തന്നെ ഉദ്ധാരണം രാത്രികാലങ്ങളിൽ ഇല്ലാണ്ടാകുകയാണെങ്കിൽ അതിനെ അവഗണിക്കരുത്. അതൊരു പ്രശ്നമാണ്, വരുവാനിരിക്കുന്ന രോഗത്തിൻ്റെ ഒരു സൂചനയാണ്. മുൻകൂർ അത് അറിയിപ്പ് നൽകുകയാണ്. അത്തരം അറിയിപ്പുകൾ നൽകുമ്പോൾ അതിന് പരിശോധനകൾ നടത്തി കാരണം കണ്ടുപിടിച്ചാൽ ഭാവിയിലേക്ക് പ്രശ്നങ്ങളില്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും. ലൈംഗിക പ്രശ്നങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഒട്ടനവധി ബുക്ക്ലെറ്റുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അത്തരം ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ISRM എന്ന് ടൈപ്പ് ചെയ്ത് ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. ചികിത്സ ആവശ്യമുണ്ടെങ്കിലും ഈ നമ്പറിൽ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.